കണ്ടോ എൻ്റെ മോനിരിക്കണത് കണ്ടോ? എന്താ അവൻ പറയണമെന്നല്ലേ? എന്ത് കഷ്ടമാണ് ഭഗവാനേ എന്നാണ് എൻ്റെ മോൻ ചിന്തിക്കുന്നത്. എന്ത് കഷ്ടമാണെന്നല്ലേ? സത്യം തന്നെ കേട്ടോ. നേരം വെളുത്തപ്പോൾ തുടങ്ങിയ മഴയാണ്, ഇന്നും മാറിയിട്ടില്ല. എന്ത് മഴയാണെന്നറിയാമോ? പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ അവസ്ഥ ഇന്ന് അത്യാവശ്യമായി നമുക്ക് ആശുപത്രിക്ക് പോകേണ്ടത് കൊണ്ട് മഴയൊന്നും കാര്യമാക്കിയില്ല. നേരെ ഒരു ഊബറും ബുക്കാക്കി ഇറങ്ങിയിട്ടോ. ഉണ്ണേട്ടൻ വന്നില്ല. ഉണ്ണേട്ടൻ വരുവാണെങ്കിൽ നമ്മൾ ബൈക്കിന് പോകേണ്ടി വരും. നല്ല മഴയാണ്. പിന്നെ ഉണ്ണേണ് ജോലിക്ക് പോകണം. അതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും കൊച്ചും കൂടെ ഇറങ്ങിയിട്ടോ. ഭയങ്കര മഴ വെച്ചാൽ ഭയങ്കര മഴ. പിന്നെ അവിടെ നിന്ന് നേരെ ആശുപത്രിക്ക് ചെന്നു. പിന്നെ അറിയാലോ, ആശുപത്രിയിൽ ചെന്നാൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ നെച്ചോട്ടം കരച്ചിൽ തുടങ്ങും. അപ്പോൾ ഒരുത്തി അവനവിടെ കരഞ്ഞോട്ടെ, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യാന്ന്. അങ്ങനെ അവൾ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ഇനി ഡോക്ടർ ഇനി ഞങ്ങൾ വരണ്ട പറഞ്ഞ് ടാറ്റയും പറഞ്ഞാട്ട് വിട്ടത്. കൊച്ചിനെല്ലാം ഓക്കെ ആയി, എനിക്ക് ഏകദേശമൊക്കെ കുറഞ്ഞു. അങ്ങനെ ഇതാ വരുമ്പോഴാണ് ഭഗവാനേ, ഇതെന്താ പുഴയോ? പുഴയൊന്നല്ല, നമ്മുടെ റോഡ് തന്നെയാന്നേ. നമ്മുടെ എറണാകുളം നമ്മുടെ ലുലു മാൾ, ഇടപ്പള്ളി ലുലു മാളിൻ്റെയൊക്കെ വശത്ത് ഇതാണ് അവസ്ഥ. ഫുള്ള് വെള്ളം മുങ്ങിയിട്ടുണ്ടായത്. വണ്ടിയുടെ ടയറൊക്കെ പാതി വെള്ളത്തിൻ്റെ അടിയിലായി. അത്രയ്ക്കും മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടത് തൃക്കാക്കര അമ്പലത്തിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 12 മണിയായി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. അമ്പലത്തിൽ തൊഴാൻ പോയതല്ല ഗൈസ്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയതാണ്. നമ്മുടെ അമ്പലത്തിൽ അത്തം പത്തും എന്നുവെച്ചാൽ 10 ദിവസം അടിപൊളി സദ്യ ഉണ്ടാവും കേട്ടോ. നല്ല തിരക്കും ഉണ്ടാവും. അതിനനുസരിച്ച് മഴ. ഞാൻ വിചാരിച്ചു നല്ല മഴ ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ല, പെട്ടെന്ന് പോയിട്ട് വരാമെന്ന്. ചെന്നപ്പോൾ എന്താടാ വലിയൊരു ക്യൂ. പിന്നെ ഒന്നും നോക്കിയില്ല, ക്യൂവിൽ പോയി നിന്നു. ഞാനും നെച്ചോട്ടും നിന്നില്ല കേട്ടോ. അവൻ നിർത്താൻ സമ്മതിക്കുമോ? അവന് ക്യൂ അലർജി അല്ലേ. പിന്നെ അങ്ങനെ രണ്ടുപേരും കൂടെ മാറി നിന്നു. അവൾ ക്യൂ നിന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല. അപ്പം തന്നെ വേറൊരു ഏട്ടൻ വന്നിട്ട് പറഞ്ഞു, കുട്ടികളല്ലേ വന്ന് ഫുഡ് വാങ്ങിച്ചോന്ന്. പിന്നെ അവൾ വന്നില്ല കേട്ടോ, അവൾ ക്യൂ തന്നെയാണ്. ഞാനും മോനും കൂടെ പോയി ഫുഡ് വാങ്ങിയിട്ട് വന്നിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചില്ല, അവൾ തന്നെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല അവിയലും നല്ല ക്യാബേജും പിന്നെ സാമ്പാർ, പപ്പടം, പായസം, അച്ചാർ. ആഹാ, അടിപൊളി സദ്യ. സദ്യ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വാരി കഴിച്ചോളാമേന്ന് മോനും. പിന്നെ നേരെ ആ സദ്യയൊക്കെ കഴിച്ച് നേരെ കുറച്ച് പൂ വാങ്ങിച്ചു കേട്ടോ. വേറെ ആർക്കുമല്ല, ഞങ്ങളുടെ ഉണ്ണിമോക്ക് തന്നെ. പാവം എന്നും രാവിലെ പൂ പറിക്കാൻ പോവും. പണ്ടത്തെ പോലെ അല്ലാന്നേ, ഇപ്പോൾ പൂവൊന്നും കിട്ടാനില്ല. പിന്നെ ഞങ്ങളതെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.